രാവിലെ എന്തുവാ? നമുക്കൊരു ക്യാരറ്റ് സാലഡ് ഉണ്ടാക്കാം മുമ്മ. അതെ. ഓ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? ചോദിക്കാം മുമ്മ. നീ എവിടെ സമയത്തിന് ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ടെന്ന് പറഞ്ഞെങ്കിലും എനിക്കത് അത്ര അങ്ങോട്ട് വിശ്വാസമല്ല. എന്ത് വിശ്വാസം ഇല്ലാത്തത്? നീ അവിടുന്ന് വിളിക്കുമ്പോ പറയാറുണ്ടല്ലോ ഇവിടുത്തെ ഭക്ഷണം കഴിക്കാൻ കൊതിയാവുന്നു. പക്ഷെ ഇവിടെ വന്ന് നീ ഭക്ഷണമൊന്നും കഴിക്കുന്നത് ഞാൻ കാണുന്നില്ല. ഏത് സമയം കുറെ നാരങ്ങ വെള്ളം പിഴിഞ്ഞ് ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ട്, അതിങ്ങനെ കുടിച്ചോണ്ടിരിക്കുക. മുമ്മ സമ്മർ സീസൺ എന്തൊരു ചൂടാണ്, സഹിക്കാൻ പറ്റാനുള്ള. അതുകൊണ്ട് നമ്മൾ ഹൈഡ്രേറ്റഡ് ആയിരിക്കണം. കുറച്ച് അമ്മൂമ്മയും കുടിക്കുക കേട്ടോ. അമ്മമ്മ പാല് തിളപ്പിച്ചിരിപ്പുണ്ടോ? ഇരിപ്പുണ്ടല്ലോ. ആ കൊച്ചിനാണെങ്കിൽ പാല് കുടിക്കാൻ വിളിച്ചിട്ട് വരണ്ടേ? ഓ, 2 എണ്ണം കൊടുത്ത് ഞാൻ പിടിച്ചോണ്ട് വാ. ഓ, അതിന്റെ ഇങ്ങനെ ഒന്ന് തട്ടിയാ മതി, അപ്പൊ തന്നെ കാറി പൊളിക്കും. അതുകൊണ്ട് സിദ്ധുവിന്റെ മടി കയറി ഇരിക്കുകയാണ്. സോറി, നമ്പറിന്റെ കാര്യത്തിൽ അമ്മ കിടത്തി വെട്ടും മോള്. ആരുടെയാ മോള്? ഇനിയിപ്പോ രണ്ടുപേരും കൂടെ എന്റെ തലയിൽ കയറിക്കോ. ചേച്ചി, നോ വെറി, ഇവൻ കുഞ്ഞുമായി ഹിയർ. ഞാൻ നൈസായിട്ട് കൊച്ചിനെ പോയിട്ട് കൊഞ്ചിച്ചിങ്ങെടുത്തോണ്ട് വരാം. അതിന്റെ ആവശ്യമില്ല. ഒരുപാട് കൊഞ്ചിച്ചാലേ അവള് തലയെ കയറും. അല്ലെങ്കിൽ തന്നെ അഹങ്കാരത്തിന്റെ കൂടാണ് ഇപ്പൊ. யாரை பத்தி சொல்லிட்டு இருக்கீங்க? உங்களை பத்தி தான், அல்லாണ്ട് ആരെ പറ്റി சொல்லாൻ. എനിക്ക് ഇപ്പോ വന്നത് ഒടുക്കത്തെ ചാടയാണ് ആന്റി. அப்படி யாரு சொன்னா? അമ്മ சொன்னா, അല്ലാണ്ട് ആര് சொன்னாൻ? അമ്മ. ഓ, ദേ കിടക്കുന്നു. എന്റെ കൊച്ച എന്തോ പറയുന്നുള്ളത് മനസ്സിലാക്കാനുള്ള കഴിവില്ല. ഇത്രയും പ്രായമായില്ലയോ? உங்களுக்கு வர வர என்ன பிடிக்கிறதே இல்ல. இப்படி எல்லாம் சொன்னா நான் அப்படியே மதுரைக்கு கிளம்பி போயிடுவேன். കഥ പോയ വഴി നോക്കിയേ. கதையெல்லாம் மாத்த வேண்டாம். உங்களுக்கு இப்ப என்ன பிடிக்கிறதே இல்ல, அதான் எனக்கு நல்லா தெரியுது. രണ്ടും കൂടെ ഒന്ന് ചിരിക്കുന്ന ചിരി കണ്ടില്ലയോ? ഈ ചിരിക്കുന്ന എന്തിനാണെന്ന് മനസ്സിലാക്കാനുള്ള ബോധം അതിനുണ്ടോ? അതൊട്ടില്ല താനും. ശിവ, നീ പോയ കൊച്ചിനെ വിളിച്ചോണ്ട് വന്നേ. ഓക്കേ, ബൈ ഹിയർ വെൻ കുഞ്ഞുമായി ഹിയർ. ചിൽ. லெச்சு, நேத்துக்கு கல்லுக்கு நான் ஒரு சப்பாத்தி கொடுக்க ட்ரை பண்ணேன். 2 வாய் தான் சாப்பிட்டான். ഞാനേ ഒരു ഓറഞ്ചും കൊണ്ട് ഇന്നലെ 3 മണിക്കൂറാണ് പുറകെ നടന്നത്. എന്നിട്ട് കഴിച്ചതോ ഒരൊറ്റ അല്ലി. നിങ്ങളെല്ലാവരെയും കല്ല് വെള്ളം കുടിപ്പിക്കും. പാറു, നീ ചെല്ലമ്മ അവളെ പോയി കുട്ടി. ഞാൻ കളിക്കാൻ അവളെ വിളിച്ചപ്പോ അവളുടെ കയ്യിൽ നിന്ന് എനിക്ക് ഒരെണ്ണം കിട്ടി. ഞാൻ ഇനി ആ വഴിക്ക്. അവളെന്ത് പറഞ്ഞാലും സപ്പോർട്ട് ചെയ്യാൻ അവളുടെ അച്ഛനുണ്ടല്ലോ സിദ്ധു. അതിന്റെ അഹങ്കാരമാണ്. അത് ഞാൻ ഒരു ദിവസം തീർത്ത് കൊടുക്കും, നോക്കിയോ. ചേച്ചിയുടെ വെറുത്തലൊക്കെ ഞങ്ങൾ എടുത്ത് നടക്കും, പക്ഷെ കല്ലുവിന്റെ അടുത്ത് നടക്കത്തില്ല. ഓ, കാണിച്ചു തരാം ഞാൻ. என்ன சொன்னாலும் சரி, கல்லு வந்து ரொம்ப சூப்பர் தான். செல்லமான குழந்தை. இப்படி ஒரு குழந்தைய கிடைக்கணும்னா புண்ணியம் செய்யணும் லெச்சு. കുളന്തയ്ക്ക് കുഴപ്പമൊന്നുമില്ല, പക്ഷെ അവളുടെ അഹങ്കാരവും ദേഷ്യവും അതിനാണ് പ്രശ്നം. നീ കൂടുതലൊന്നും പറയണ്ട. ഈ പ്രായത്തിലെ നീ ഇതിന്റെ 12ാം ചേടമായിരുന്നു. ചേട്ടാ, ഇതൊന്നും കഷ്ടമാണ്. ഈ കല്ലിന്റെ കാര്യം പറയുമ്പോ ഉടനെ എന്തിനാണ് എന്റെ കാര്യമൊക്കെ എടുത്തിടുന്നത്? നമുക്ക് വേറെ പണിയൊന്നുമില്ലേ? നീ നിന്റെ നാക്കൊന്ന് അടക്കി വെച്ചേ. ഞാനേ ഒരു കാര്യം പറയട്ടെ. പറഞ്ഞേട്ടെ. അല്ലെങ്കിൽ വേണ്ട, ശരിയാവില്ല. ഓ, ഇത് കേട്ടാ തോന്നുന്നു എന്നെ ഒന്നും പറയത്തില്ലെന്ന്. എന്തോ പറയാമെന്ന് വെച്ചാൽ പറ. ഞാനത് പറഞ്ഞു കഴിഞ്ഞാലേ ചിലപ്പോ ആ വിഷയം അമ്മമ്മയുടെ ഉള്ളിലിരുന്ന് നീറും. അത് ശരിയാവില്ല. വേണ്ട വേണ്ട, ഒരു നീറ്റിലുമില്ല. നീ അങ്ങ് പറഞ്ഞാ മതി. എനിക്കിപ്പോ പറയാൻ മനസ്സില്ല. എന്നാ പിന്നെ പറയണ്ട. നിന്റെ കുഞ്ഞാണോ എന്തോ? ഞാൻ വെറുതെ പോയിട്ട് ഇങ്ങനെ തൊട്ടേ ഉള്ളൂ. പറഞ്ഞോണ്ട് നിലവിളിച്ചോണ്ട്. ഞാൻ പറഞ്ഞില്ലേ സിദ്ധുള്ളതിന്റെ അഹങ്കാരമാണ്. ശരി, ഓടിയല്ലേ അതേ സ്പീഡ് തിരിച്ചു വരും ഇപ്പൊ. ആഹാ, എന്താ രസം. അച്ഛന്റെ നെഞ്ചത്ത് മലന്നങ്ങ് കിടന്നാ മതിയല്ലോ. ഒന്നും കഴിക്കണ്ട, ഒന്നും കുടിക്കണ്ട, ആര് വിളിച്ചാലും എണീറ്റ് വരരുത് കേട്ടാ. എന്തോ ലച്ചു, കൊച്ചടങ്ങി ഒതുങ്ങി എന്റെ കൂടെ ഇരിക്കുവല്ലേ, എന്താ നിന്റെ പ്രശ്നം? എനിക്ക് പ്രശ്നമൊന്നുമില്ല. കൊച്ചേ ഇന്നലെ രാത്രി ഒരു വക കഴിച്ചിട്ടില്ല, ചോദിച്ചു നോക്ക്. ഇപ്പൊ സമയം എത്രയെന്ന് വല്ല പിടിപാടുണ്ടോ നോക്കിയേ. അത് ശരി. കല്ലൂസ്, നീ ഇന്നലൊന്നും കഴിച്ചില്ലേടി? കഴിച്ചാ? കൊച്ചു കഴിച്ചല്ലോ. എന്ത് കൊച്ചു കഴിച്ചല്ലോ? അതിപ്പോ എങ്ങനെയാ വരെ വരെ കള്ളം പറയാൻ യാതൊരു മടിയില്ലല്ലോ. കള്ളം പറഞ്ഞ ആരോടാ കള്ളം പറഞ്ഞേ? ഞാൻ ഇപ്പൊ കള്ളം പറഞ്ഞു. കല്യാണം കഴിച്ചിട്ട് കള്ളം പറഞ്ഞില്ലേ? നീ വീഡിയോ കണ്ടു കാണും. ഞാൻ വീഡിയോ കണ്ട്. മകളെ, അത് കള്ളമല്ല, അതിന്റെ പേരാണ് പ്രാങ്ക്. പ്രാഗൊന്നുമല്ല. പ്രാങ്ക് എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കല്ലേ. ചേച്ചിയുടെ കാര്യം ചേച്ചല്ലോ ഇങ്ങനെയാണല്ലേ. ചേച്ചിക്ക് എന്റെ കാര്യത്തിൽ ഭയങ്കര ടെൻഷൻ അല്ലേ ചേച്ചി? പറയേച്ചി, ചേച്ചിക്ക് എന്താണ് എന്റെ കാര്യത്തിൽ ഇത്ര ടെൻഷൻ?
ചേച്ചിക്ക് നിന്റെ അതിന് യാതൊരു ടെൻഷനും ഇല്ല. പറ്റുവാണെങ്കിൽ എന്റെ ഈ കുരുപ്പിനെ ഉണ്ടല്ലോ വല്ല പാലോ ബിസ്ക്കറ്റോ കഴിക്കും. സിമ്പിൾ പരിപാടി. മ്യാമന്റെ മോള് മ്യാമൻ പറഞ്ഞാ കഴിക്കൂലേ? മാമന്റെ പോലെ മാമൻ പറഞ്ഞാ കഴിക്കൂല. അച്ഛ ഇവിടുത്തെ പോവാൻ പറ അച്ഛേ. അതെ ഇത് ഞങ്ങളുടെ വീടാ. നീ വേണമെങ്കിൽ നീ നിന്റെ അച്ഛന്റെ വീട്ടിൽ പോ. അച്ഛ വാങ്ങിച്ചാ നമുക്ക് കുരുപ്പണത്ത് പോവാ. നീ കൊറേ പോയി കുഴിപ്പള്ളത്ത്. എന്താണ് എന്ത് ദേ കിടക്കണ കണ്ടില്ലേ? ഒന്നും കഴിക്കണ്ട, ഒന്നും കുടിക്കണ്ട. മക്കള് മിണ്ടാതെ അടുക്കളയിൽ വന്ന് ഒരു ദോശയും തിന്ന് ഒരു ഗ്ലാസ് പാലും കുടിച്ചിട്ട് മക്കള് പോരുന്നു. എനിക്ക് പാൽ ഇഷ്ടമല്ല. എന്നാ പിന്നെ ജ്യൂസ് കലക്കി തരാം. ജ്യൂസ് കുടി. അതും ഇഷ്ടമല്ല. എന്നാ പിന്നെ കുറച്ച് കാടിവെള്ളത്തിൽ പിണ്ണാക്ക് കലക്കി തരാം. കുടിക്കൂ. അത് മാമൻ കുടിച്ചോളൂ. അച്ചടിച്ച് വെച്ചേക്കണ കറക്റ്റ്. കൊച്ചിനെ എന്ത് ചെയ്യത്? ഫുഡ് കഴിക്കുന്നുണ്ടോ ഇല്ലയോ? എന്തോന്ന് ചേച്ചി ഇങ്ങനെയാണ് പിള്ളേരെ ഡീൽ ചെയ്യുന്നേ? പിള്ളേരെ ഡീൽ ചെയ്യുമ്പോ ഒരു തഞ്ചത്തി ഡീൽ ചെയ്യണം. ഓ പിന്നെ ഇയാള് നിന്റെ 10 പെറ്റതാണല്ലോ. അച്ഛ എല്ലായിടത്തും പോവാൻ പറ. ഞാനും പോണോ? നിന്നാ പോണ്ട. അയ്യോ കണ്ടോ ലച്ചു, അമ്മൂമ്മ വരെ വരട്ടാൻ തുടങ്ങി. കല്ലൂസേ, മക്കള് ചെന്നിട്ടേ എന്തെങ്കിലും കഴിച്ചിട്ടോ? എനിക്ക് വിശപ്പില്ല അച്ഛാ. വിശപ്പില്ലേ? ആ അത് പറ. എന്റെ മോക്ക് വിശപ്പില്ല. വിശപ്പ് വരുമ്പോ മോളെടുത്ത് കഴിച്ചോളും അല്ലേ? ഞാൻ വിശക്കുമ്പോ അമ്മ കുമ്മാന്നും പറഞ്ഞ അങ്ങോട്ട് വാ. ഞാൻ മൈൻഡ് ആക്കൂലല്ലോ. ഞാൻ മൈൻഡ് ചെയ്യില്ല. എനിക്ക് വേണ്ട തന്നെ മൈൻഡ്. മക്കളെ, അമ്മൂമ്മ ഒരു കാര്യം ചോദിക്കട്ടെ? ചോദിച്ചോ. മുമ്പേ പാർക്കുഞ്ഞമ്മ മക്കളുടെ അടുത്ത് കളിക്കാൻ വന്നപ്പോഴേ മക്കൾ എന്തിനാ അടിച്ചോടിച്ചു വിട്ടെ? ഞാനൊന്നും അടിച്ചോടിച്ചില്ല. കള്ളം പറയുക. അങ്ങനെ പാർക്കുഞ്ഞമ്മ കള്ളം ഒന്നും പറയത്തില്ല. കള്ളം പറയുക. എന്റെ കൈയൊക്കെ തരിക്കണ്. അച്ഛ ഈ കൈ തരിക്കുന്ന അടിക്കാൻ വേണ്ടിയാ. എന്റെ കൊച്ചിനെ അടിക്കാൻ വേണ്ടിട്ടാ? ലച്ചു, നിനക്ക് എന്തോ ലച്ചു പ്രശ്നം? എന്തിനാ എന്റെ കൊച്ചിനെ ചുമ്മാ ചൊറിയുന്നേ? അയ്യോ ഞാനൊന്നും ചൊറിയാൻ വരുന്നില്ലേ. നിങ്ങൾ എന്താന്ന് വെച്ചാ ആയിക്കും. ഇങ്ങോട്ട് വേണ്ട. കുഴിപ്പണത്ത് നിന്നാ മതിയായിരുന്നു. കുഴിപ്പുറത്ത് നിന്നാ മതിയായിരുന്നാ? ആഹാ അങ്ങനെയാണെങ്കിലേ അച്ഛനും മോളും ഇറങ്ങി 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 ഇറങ്ങി. ഇല്ല ഇത് എന്റെ വീടാ. ആര് പറഞ്ഞു തന്റെ വീടാണെന്ന്? ഇതേ എന്റെയും കേശുമാമന്റെയും വീടാ. എന്റെ വീടാ. തന്റെ വീട് അവിടെ കുഴിപ്പളത്ത്. തന്നെ അങ്ങോട്ട് പോ. നമുക്ക് കുഴിപ്പണത്ത് പോവാ. അല്ലേ ഒരു കുഴിപ്പളങ്കാരി വന്നേക്കുന്നു. ഇവിടെ കൊച്ചിനെ അങ്ങോട്ട് പിടിക്കുന്നില്ല. അങ്ങനൊന്നുമില്ല. എന്റെ കല്ലൂസിനെ എല്ലാരും ഇഷ്ടമാണ് ലേഡി. ആ മാമന്റെ മോക്ക് എല്ലാരും ഇഷ്ടമാണ്. എന്നാലും മാമന്റെ മോക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് ആരെയാ? മാമനല്ലേ? അല്ല. അങ്ങനെ ഒറ്റടിക്ക് പറയല്ലേ. ചക്കര പറ. മാമനല്ലേ? അല്ല. ആണെന്ന് പറ. അല്ല. ആണെന്ന് പറ. ലച്ചു, നീ മുമ്പ് ഏതാണ്ട് പറയാനുണ്ടെന്ന് പറഞ്ഞ എന്ത് വരുന്നു? എന്താ? നീ അവിടെ വെച്ച് പറഞ്ഞില്ല അടുക്കള വെച്ച്? എനിക്ക് ഓർമ്മയില്ല. പിന്നെ ഓർമ്മയില്ല. ഓർമ്മയില്ലൊന്നും. ഒന്നുമില്ല. കല്ലുമോളെ എന്തോ? ബാ, അമ്മൂമ്മ ദോശ തരാം. വേണ്ട. ദേ ഞാൻ കുഴിപ്പളത്ത് അമ്മൂമ്മയെ പോലല്ല. അല്ല, കുഴിപ്പണത്ത് അമ്മൂമ്മ പാവം. ലച്ചു പറയുന്നൊക്കെ കേട്ടോ നീ? അമ്മൂമ്മ അവളെ അവിടെ ഉള്ള എല്ലാവരെയും സോപ്പിട്ട് വെച്ചേക്കുക. ഒച്ചേ നിന്നെ ഞാൻ എടുത്തോളാം കേട്ടല്ലോ. യെസ്. ആ യെസ്. എന്റെ ചക്കരമോള് വാ. ഇല്ല. നീ എന്നെ എന്തേ കിട്ടും. നീ ആനപ്പുറത്തൊന്നും താഴെ ഇറങ്ങൂല. അപ്പൊ ഞാൻ തൂക്കിക്കോളാം കേട്ടാ. ആടി ആനപ്പുറത്തിരിക്കുമ്പോ എന്തോ ആവാലോ. നമുക്ക് മൊബൈലാണ്. കാണാട്ടോ. കുറച്ച് ഭക്ഷണം കഴിച്ചാലോ? വേണ്ട. ഉറപ്പാ? ഉറപ്പാ. കുറച്ചായിട്ട് കഴിക്കത്തില്ലേ? നോക്കാം. ഇതാണ് കല്ല്. സൂക്ഷിച്ചു നോക്കണം. പിന്നെ കണ്ടില്ല കേട്ടില്ലെന്നൊന്നും പറയാൻ പറ്റൂല. കണ്ടില്ല. ഓ വേണ്ട. ആറു സൂക്ഷിച്ചു നോക്കണം. ഏത് കയ്യിലേക്കാണ് ആ കല്ല് പോകുന്നത്? അപ്പുറത്തേക്ക്. കല്ലിന് ഇടി കിട്ടും കേട്ടോ. ഇനി സൂക്ഷിച്ച് മിണ്ടാണ്ട് കോൺസെൻട്രേറ്റ്. ആ ലാസ്റ്റ് ചാൻസ് ആണ്. ഇത് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ തീർന്നു. ഇനി നമ്മള് കളിക്കൂല. കളിക്കും. ഇവിടെ എടുത്ത് ഞാൻ പാറമടയിൽ ഇടിപ്പ. കോൺസെൻട്രേറ്റ്.
ലാസ്റ്റ് ഞാൻ കാണിക്കുവാണ്. ലാസ്റ്റ് ദൈവങ്ങളെ, നീ ഏത്? നീ കളിക്കുന്നില്ലല്ലോ. ലാസ്റ്റ് ചാൻസ് ആണ്. ഏത് കയ്യിലാന്ന് പറയുന്നു, നമ്മൾ കളി നിർത്തുന്നു. ഓക്കെ, ഇത് ഉറപ്പാണോ ഈ കൈയാണെന്ന്? അല്ല ഇത്. ഈ കൈയാന്ന് ഉറപ്പാണോ? അപ്പൊ അല്ല ഇത്. ഒരെണ്ണം ഉറപ്പിക്കോ. ഏത് കൈയാണ് ഇത്? ഇത് ഇത്. ഉറപ്പിച്ചേ? ഇനി മാറ്റില്ലല്ലോ? ഇല്ല. ഉറപ്പാണേ? ശ്ശോ, ഈ പാറുവിന്റെ ഒരു ഭാഗ്യമേ, എന്തൊരു ഭാഗ്യമാ. ഈ കയ്യിലല്ല കല്ല്. അയ്യേ, നീ കളിക്കുന്നില്ലല്ലോ. നിന്നെ ഞാൻ നേരത്തെ കളിക്കാൻ വിളിച്ചപ്പോ നീ വന്നോ? ഇല്ലല്ലോ. ഞാൻ പോവാ. പോക്കാണ്. അന്നിട്ട് പിണങ്ങി പോണാ? പിണങ്ങി പോണാ? പിണങ്ങി പോവല്ലേ? ഷൊട്ട് പിണങ്ങി പോവല്ലേ? കുഞ്ഞയുടെ പൊന്നല്ലേ? കുഞ്ഞയുടെ പൊന്നല്ലേ? പിന്നെ നീ ആരുടെ പൊന്നാണ്? കുഞ്ഞയുടെ പൊന്നല്ലേ? അല്ല. അല്ലേന്ന്? അല്ലേ? അല്ല. ആറു ചുമ്മാ പിണങ്ങല്ലേ? ഇവിടെ നമ്മുടെ കടശിക്കുട്ടി ചക്കരല്ലേ ഞങ്ങളുടെ നീ? ചില സമയത്തുള്ള സ്വഭാവം ലജ്ജ അമ്മയെ പോലെ വരും. ഓ, നീയും കണക്ക് തന്നെ കേട്ടോ. നമുക്ക് കല്ല് കളിക്കാം. ഓക്കെ, ഇത്തവണ കല്ലു കൈ പിടിക്കേട്ടാ. ആ കുഞ്ഞ് ഗസ് ചെയ്യാമേ. 1 2 3 4 5. ഒളിപ്പിച്ചാ? ഒളിപ്പിച്ചില്ലേ? ഓ മൈ ഗോഡ്, ഏത് കയ്യിലാണ് കല്ല്? ഏത് കയ്യിലാണ് കല്ല്? ഇതിലാണോ? ഇതിലാണോ? കള്ളി, ഇതിലല്ലേ ഒരു കല്ല്? ഇതിലല്ലേ ഒരു കല്ല്? കുഞ്ഞെ കളിപ്പിക്കണോ നീ?